നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ അത് എവിടെ തുറന്നു പറയാനും അത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല, വാക്കുകൾ കൊണ്ട് വാക്ചാതുര്യം നടത്തുന്നതല്ല, മറിച്ച് സെക്ഷൻസ് ബൈ സെക്ഷൻ ആയിട്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ പോലും തനിക്ക് നേരിട്ട ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കോടതിയിൽ വിശ്വാസമുള്ളത് കൊണ്ടും കോടതി നീതിക്ക് വേണ്ടി പോരാടിയത് കൊണ്ടും കോടതി നീതിക്ക് വേണ്ടി കണ്ണു തുറന്നതുകൊണ്ടും മാത്രം താൻ രക്ഷപ്പെട്ട ജീവിത കഥകൾ തുറന്നു പറയുകയായിരുന്നു ശ്രീനാദേവി. ഇതും ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ എന്ന പരിപാടിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മെൻസ് കമ്മീഷൻ നമ്മുടെ നാട്ടിൽ വേണമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. മെൻസ് കമ്മീഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവി ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ മെൻസ് കമ്മീഷൻ ആവശ്യമാണ് എന്ന് പറയുമ്പോഴും ശ്രീനാദേവി പറയുന്നത് ഇവിടെ വിമൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷനൂടെ ഉണ്ടെങ്കിലും ചില സ്ത്രീകൾക്ക് വേണ്ടി കമ്മീഷൻ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ കാണുന്നില്ല, അത് നമ്മൾ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് പല്ലില്ലാത്ത സിംഹമാണ് എന്നും വ്യക്തമാക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ പല്ലുള്ള സിംഹത്തിന് മുന്നിൽ വരുന്ന പുരുഷന്മാരുടെ കുറ്റങ്ങളും കുറവുകളും ചോദിക്കാനും പറയാനുമെങ്കിലും ആരെങ്കിലും വേണ്ടേ എന്ന ചോദ്യമാണ് ഉണ്ടായത്. എന്തായാലും ശ്രീനാദേവി കഴിഞ്ഞ ദിവസം 24-ൽ നടത്തിയ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വിശദീകരിച്ച ശ്രീകണ്ഠൻ നായരെ പോലും അത്ഭുതപ്പെടുത്തി പോയ വാക്കുകൾ ഒന്ന് കേൾക്കാം. ആർട്ടിക്കിൾ 14 എന്താണ്? എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഇറസ്പെക്ടീവ് ഓഫ് ദ ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, റേസ് എന്നൊക്കെ പറഞ്ഞാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇവിടെ വരുന്ന കമ്മീഷൻ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, either the central government or the state government. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? പൊളിറ്റിസൈസേഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഇറോഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ആണ് നടക്കുന്നത്. അത് നടക്കുന്ന ഒരിടത്ത് ആർക്ക് നീതി കിട്ടും? ഞാൻ എന്റെ അനുഭവം പറയാം സാർ. ഞാനൊരു ഈ പറഞ്ഞ ഒരു 323 സെക്ഷൻ ഇട്ടൊരു കേസിലെ പ്രതിയാണ്. 2.5 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് വരേണ്ടിയിരുന്ന ദിവസം 2023 ഡിസംബർ 30. അവിടെ 2023 സാർ, അന്ന് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. 2023 ഡിസംബർ 30 എന്റെ പേരിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം CPI എന്ന പാർട്ടി നേരത്തെ കൂടി തീരുമാനിച്ച് പറഞ്ഞിരുന്നത്. ഡിസംബർ 15 എന്റെ പേരിൽ FIR വരികയാണ്. 2023 ഡിസംബർ 15 എന്റെ പേരിലിട്ട FIR 2022 സെപ്റ്റംബർ മാസം മരിച്ച ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് ബോഡി ക്രിമേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ടൊരു കാർഡിയോളജി പേഷ്യൻ്റായിട്ട് സ്ട്രോക്ക് വന്ന് മരിച്ച ആളാണ്. അയാളെ ഞാൻ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. നോ പോസ്റ്റ്മോർട്ടം, നോ കംപ്ലൈന്റ്, നോ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ്, നത്തിങ്. ഒന്നുമില്ലാതെ എന്റെ പേരിൽ കേസ് എടുത്ത ആൾക്കാരുടെ പേരാണ് കേരള പോലീസ്. കേസ് നമ്പർ CC 202/2024. സാറിന് ഒരു പരാതി വരുമ്പോൾ അറിയണ്ടേ? FIR ഇടുമ്പോൾ അറിയണ്ടേ? കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് സമൻസ് വരുമ്പോഴാണോ ഞാൻ അറിയേണ്ടത് ഞാൻ ഒരാളെ കൊന്നിട്ടിരിക്കുകയാണ്? IPC സെക്ഷൻസ് 34 ഉണ്ട്, 294B ഉണ്ട്, 323 ഉണ്ട്, 446 ഉണ്ട്, 506 ഉണ്ട്. സാർ അങ്ങനെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഞാൻ അറിയുകയാണ് ഞാനൊരു കേസിലെ പ്രതിയാണെന്ന്. എന്താണ് IPC 323 പ്രത്യേകത? ആ ഒരു വ്യക്തി 323 സെക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, അയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എസ്കലേറ്റഡ് ടു 302 or 304. 302 murder, 302 is murder, 304 is culpable homicide amounting to murder. ഈ പറയുന്ന സെക്ഷൻസിലേക്ക് എസ്കലേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. എനിക്കുണ്ടാവുന്ന അവസ്ഥ അയോഗ്യയാക്കപ്പെടാം, പിന്നീട് മത്സരിക്കാതിരിക്കാൻ കിട്ടും, ജീവിതം തന്നെ അവിടെ അവസാനിക്കുന്ന സിറ്റുവേഷൻ. ഈ കേസ് ആരാണ്? അത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീയാണ് ഈ കേസ് ഇട്ടത്. കേരള പോലീസാണ്. കേരള പോലീസ് ഈ കേസ് ഇടുമ്പോൾ അവിവാഹിതയായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ഒരുപാട് ടാഗ്ലൈൻസ് എന്റെ പേരിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ അതേ പാർട്ടി തന്നെ അതിന്റെ പേരിൽ നിന്നുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്. കേരളത്തിൽ ഇന്ന് നമ്മളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും സെൻസേഷണൽ ആയിട്ട് പേരുണ്ട്. അയാൾക്ക് അയാളുടെ വ്യക്തിജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ആര് നികത്തും?